കരളുള്ളവരുണ്ട്, കിഡ്നി ചുരുങ്ങിപ്പോകുന്ന രോഗങ്ങളുള്ളവരുണ്ട്, വയറ്റിൽ മുഴയുള്ളവരുണ്ട്, ആമാശയത്തിൽ ക്യാൻസർ ഉള്ളവരുണ്ട്, വയറ്റിൽ പുണ്ണുള്ളവരുണ്ട്, അൾസറുള്ളവരുണ്ട്, ഗർഭപാത്രത്തിൽ ക്യാൻസർ ഉള്ളവരുണ്ട്, ഗർഭപാത്രം മുഴയുള്ളവരുണ്ട്, ഗർഭപാത്ര രക്തം കട്ടുപിടിക്കുന്ന രോഗങ്ങളുള്ളവരുണ്ട്, ഗർഭപാത്രത്തിൽ പ്രയാസങ്ങളുള്ളത് കൊണ്ട് ബ്ലീഡിങ്ങിന്റെ രോഗമുള്ളവരുണ്ട്, പൈൽസിന്റെ രോഗങ്ങളുള്ളവരുണ്ട്, മൂത്രാശയ രോഗങ്ങളുള്ളവരുണ്ട്, മലദ്വാരത്തിന് ക്യാൻസർ ഉള്ളവരുണ്ട്, മുട്ടുവേദനിക്കുന്നവരുണ്ട്, യൂറിക് ആസിഡ് ഉള്ളവരുണ്ട്, ആമവാദമുള്ളവരുണ്ട്, രക്തവാദമുള്ളവരുണ്ട്, ചുടുവാദമുള്ളവരുണ്ട്, വെള്ളപ്പാദമുള്ളവരുണ്ട്, മാനസികമുള്ളവരുണ്ട്, അപസ്മാരമുള്ളവരുണ്ട്, ഓട്ടീസം ബാധിച്ചവരുണ്ട്, കുഴങ്ങി കിടക്കുന്നവരുണ്ട്, പ്രഷർ വന്നവരുണ്ട്, ഷുഗർ വന്നവരുണ്ട്, എല്ലാ രോഗങ്ങളും നിന്റെ കൂടെ പറപ്പിക്കുന്ന ശിപ്പ നൽകണമല്ല, ശിപ്പ നൽകണമല്ല. 8 മാസം പ്രായമായ ഒരു കുഞ്ഞുമോള് ഒക്കത്ത് വെച്ചുകൊണ്ട് 23 വയസ്സ് പ്രായമായ ഒരു കുഞ്ഞുമോള് ഇവിടെ വന്നിട്ട് പൊട്ടി കരഞ്ഞിട്ട് പറഞ്ഞു മരിക്കാൻ പേടിയാ, മരിക്കാൻ പേടിയാ. 4 ആഴ്ചകൾക്ക് മുമ്പ് ഒരു സന്തോഷത്തോടെ ജീവിച്ചതാണ് ഞാനും എന്റെ കുടുംബങ്ങളും. എനിക്ക് ബ്രസ്റ്റ് മുഴ വന്നു, ഡോക്ടർമാരെ കാണിച്ചപ്പോ ക്യാൻസറാ. ഞങ്ങളെ 3 പൈത മക്കളാ. ഞാൻ മരിച്ചാൽ എന്റെ കണ്ണടയൂല. അതുകൊണ്ട് ആയുസ്സിന് വേണ്ടി ദ്വാരക്കണം. അങ്ങനത്തെ രോഗങ്ങൾ തരല്ലവർക്ക്, അങ്ങനത്തെ രോഗങ്ങൾ തരല്ലവർക്ക്, മാരകമായ രോഗങ്ങളെ തന്നെ പരീക്ഷിക്കല്ലവർക്ക്, പ്രയാസപ്പെടുത്തല്ലവർക്ക്. നിങ്ങളെ മക്കൾക്ക് നിങ്ങളെ ബാധ്യതയാക്കല്ലവർക്ക്. ഒരു പെണ്ണുമോനെ വന്നിട്ട് പറയാണ്, ഉമ്മ മരിക്കാൻ ദ്വാരിക്കണേ, ഉമ്മ മരിക്കാൻ ദ്വാരിക്കണേ. ഞാൻ ഒരുപാട് ചീത്ത പറഞ്ഞ മകനോട്. അവന് പറയാ, എന്റെ ഉമ്മ സ്ട്രോക്ക് വന്ന് കിടപ്പിലാണ്, ബുദ്ധിയെല്ലാം പോയി, കാഷ്ടവും മൂത്രമൊക്കെ ചുമരുന്നു. 4 പെണ്ണ് കെട്ടി 4 പോയി. ഇഷ്ടമില്ലാത്ത മോശമാണ്. ഞങ്ങൾക്ക് അങ്ങനത്തെ രോഗങ്ങൾ തരല്ലവർക്ക്. ഞങ്ങളെ കാഷ്ടവും ഞങ്ങളെ മൂത്രവും മറ്റൊരാൾക്ക് കിട്ടുന്ന അവസ്ഥ വരുത്തല്ലവർക്ക്. ഒരുപാട് പേര് പ്രവാസികളാണ്. അവരെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കലുണ്ട്. വിസയില്ലാത്തവർക്ക് വിസ നൽകണമല്ല, കാമില്ലാത്തവർക്ക് കാമ നൽകണമല്ല. നിങ്ങളെ മക്കള് പ്രവാസികളാണ്, ഞങ്ങൾ ഭർത്താക്കന്മാര് പ്രവാസികളാണ്, ഞങ്ങളെ ഭാര്യമാര് പ്രവാസികളാണ്, ഉപ്പമാര് പ്രവാസികളാണ്. അവർ ജനാസ പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ വരുത്തല്ലവർക്ക്, അവസ്ഥ വരുത്തല്ലവർക്ക്. എല്ലാവർക്കും സന്തോഷം നൽകണമല്ല. ഞങ്ങൾ മക്കളെ നന്നാക്കണമല്ല. ഞങ്ങളുടെ മക്കളിന് ചീത്ത കൂട്ടുകെട്ടുകളെ തൊട്ട് കാക്കണമല്ല. ഞങ്ങളുടെ മക്കൾക്ക് നല്ല ബുദ്ധി നൽകണമല്ല, നല്ല കൂട്ടുകാർ നൽകണമല്ല, നല്ല കൂട്ടുകാരുകൾ നൽകണമല്ല. പ്രണയത്തിന്റെ പ്രലോഭനങ്ങളിൽ പെട്ട് വാപ്പാനെ മറന്ന്, ഉമ്മാനെ മറന്ന്, ഭാര്യനെ മറന്ന്, ഭർത്താവിനെ മറന്ന്, പ്രസവവേദന മറന്ന് മക്കളെ വലിച്ചെറിഞ്ഞ് മറ്റൊരാളെ കൂടെ ഒളിച്ചോടി പോലെ കൽപ്പറ്റരല്ലവർക്ക്. സിഹറുകാരന്റെ സിഹറിൽ നിന്ന് കാക്കണമോ, കണ്ണുകാരന്റെ കണ്ണടകൾ കാക്കണമല്ല. നാളെ മുതൽ ഞങ്ങൾക്ക് സന്തോഷം നൽകണമല്ല. എല്ലാവരുടെ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണമല്ല. കഞ്ഞി തരുന്ന അവർക്ക് അല്ലാഹുവിനെ ബറക്കത്ത് നൽകണമല്ല. ഞങ്ങൾക്ക് ഭക്ഷണം തരുന്ന കുടുംബമുണ്ട്, അവർ സ്വർഗ്ഗത്തിലെ ഭക്ഷണം കൊടുക്കണമല്ല. എല്ലാവരെയും ധൈര്യം ബറക്കത്ത് നൽകണമല്ല, ആഫിയത്ത് നൽകണമല്ല, ആരോഗ്യം നൽകണമല്ല. നരകം ഞങ്ങൾക്ക് ഹറാമാക്കണമല്ല, സ്വർഗ്ഗം ഞങ്ങൾക്ക് വാജിബാക്കണമല്ല. അല്ലാഹുവേ, സ്വർഗ്ഗത്തിന്റെ കവാടത്തിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ മാറി വിളിക്കുന്ന ഒരാളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ ബിഫദ്ലി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. ان شاء الله الله قبول